ഈ പെണ്ണ് തന്റെ ഷർട്ടിലെ കറക്ഷൻ പെന്ന് വെച്ച് കവർ ചെയ്ത് ഒരു നിയമസ്ഥാപനത്തിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വരുന്നു. അത് ആരും ശ്രദ്ധിക്കില്ലെന്ന് അവൾ വിചാരിക്കുമ്പോൾ ഒരു ഇന്റർവ്യൂവർ അത് നോട്ട് ചെയ്യുന്നു. അത് മാത്രമല്ല അവൾ ലേറ്റ് ആയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ലോയർ ആവാൻ ടൈമാണ് പ്രധാനമെന്ന് പറഞ്ഞ് അവളെ പുറത്തു പോകാൻ പറയുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു ഇന്റർവ്യൂവർ അവൾ ലേറ്റായി വന്നതിന് മറ്റെന്തെങ്കിലും കാരണമുണ്ടാകുമെന്ന് വിചാരിച്ച് ചോദിക്കുന്നു. നോക്കുമ്പോൾ അവൾ ട്രെയിനിൽ വരുമ്പോൾ ബുക്ക് വായിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് ഇറങ്ങേണ്ട സ്റ്റേഷൻ മിസ്സായെന്ന് പറയുന്നു. അത് കേട്ട് എല്ലാവരും ചിരിക്കുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു ഇന്റർവ്യൂവർ അവൾ ആരാണെന്ന് ഓർമ്മിപ്പിക്കുന്നു. ആക്ച്വലി അവൾ ലോ സ്കൂളിന്റെ നാഷണൽ ട്രയൽ വിൻ ചെയ്ത് ഫേമസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവളെ ഇരിക്കാൻ പറഞ്ഞ് ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. ഒരാൾക്ക് റോഡ് ആക്സിഡന്റിൽ കൈ നഷ്ടമായി. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മറ്റൊരാൾ ആ കൈ എടുത്തുകൊണ്ട് ഓടിയാൽ ആ കൈ നഷ്ടമായ ആൾക്ക് കോടതിയിൽ കേസ് വാദിച്ച് കൈയുടെ ഓണർഷിപ്പ് ക്ലെയിം ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മറ്റ് കാൻഡിഡേറ്റ്സ് പെട്ടെന്ന് തന്നെ ആ കൈ അദ്ദേഹത്തിന്റേതാണ്, അതുകൊണ്ട് അദ്ദേഹം തന്നെ വിൻ ചെയ്യുമെന്ന് തറപ്പിച്ച് പറയുന്നു. പക്ഷെ ലിൻ മാത്രം അദ്ദേഹത്തിന് ആ ഓണർഷിപ്പ് ക്ലെയിം ചെയ്യാൻ കഴിയില്ലെന്ന് പറയുന്നു. ഉടനെ അവിടെ ഉണ്ടായിരുന്ന ഒരു കാൻഡിഡേറ്റ്, നിനക്ക് കോമൺ സെൻസ് ഇല്ലേ, കൈ നഷ്ടമായ ആളല്ലേ അതിന്റെ ഓണർ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അവൾ, കോമൺ സെൻസിനും ലീഗൽ ലോജിക്കിനും വ്യത്യാസമുണ്ട്. നിയമം അനുസരിച്ച് തീർച്ചയായും അദ്ദേഹത്തിന് ആ കൈ ക്ലെയിം ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ചെയ്താൽ അവരവരുടെ ഓർഗൻസ് അവർ തന്നെ വിൽക്കുന്നതും ആത്മഹത്യ ചെയ്യുന്നതും എല്ലാം ലീഗലായി മാറും. അതുകൊണ്ട് തീർച്ചയായും ഓണർഷിപ്പ് ക്ലെയിം അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് അപ്പീൽ ചെയ്യാൻ കഴിയില്ല. വേറെ ഏതെങ്കിലും നിയമവ്യവസ്ഥ തന്നെ ഫയൽ ചെയ്യണമെന്ന് പറയുന്നു. അത് കേട്ടതും ഇന്റർവ്യൂവേഴ്സ് ഇംപ്രസ് ആവുന്നു. അതിനുശേഷം രണ്ടാമത്തെ ചോദ്യം ചോദിക്കുന്നു. 100 പേരുമായി പോകുന്നൊരു ട്രെയിനിന്റെ ട്രാക്കിൽ വലിയൊരു പാറയുണ്ട്. ഉടനെ ലോക്കോ പൈലറ്റ് ട്രെയിനിനെ അടുത്ത ട്രാക്കിലേക്ക് മാറ്റാമെന്ന് വിചാരിക്കുന്നു. പക്ഷെ അവിടെ ഒരു ടെക്നീഷ്യൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അയാൾ ട്രാക്ക് മാറ്റിയില്ലെങ്കിൽ ട്രെയിനിലുള്ള എല്ലാവരും മരിക്കും. അതേസമയം ട്രാക്ക് മാറ്റിയാൽ ട്രാക്കിലുള്ള ആ ടെക്നീഷ്യൻ മരിക്കും. അപ്പോൾ അവസാന നിമിഷം അദ്ദേഹം ട്രാക്ക് മാറ്റി ആ 100 പേരുടെ ജീവൻ രക്ഷിക്കുന്നു. സോ അദ്ദേഹം പ്രതീക്ഷിച്ചതുപോലെ തന്നെ ആ ടെക്നീഷ്യൻ മരിക്കുന്നു. ഇനി ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഇത് നിയമപരമായി ഒരു കൊലപാതകമാണോ എന്നതാണ്. അപ്പോൾ അവർ 3 പേരും തീർച്ചയായും ഇതൊരു കൊലപാതകമല്ലെന്ന് പറയുന്നു. പക്ഷെ ലിൻ മാത്രം ഇത് നിയമപരമായി ഒരു കൊലപാതകം തന്നെയാണെന്ന് പറയുന്നു. അപ്പോൾ ഇന്റർവ്യൂവർ 100 പേരെ രക്ഷിച്ചയാളെ അതിനായി ശിക്ഷിക്കണോ എന്ന് ചോദിക്കുന്നു. അതിന് ലിൻ, ഞാൻ അദ്ദേഹത്തെ ശിക്ഷിക്കണമെന്ന് പറഞ്ഞില്ല, നിയമപരമായി അത് കൊലപാതകമാണോ അല്ലയോ എന്നാണ് പറഞ്ഞത്. കാരണം ആ ടെക്നീഷ്യൻ മരിക്കുമെന്ന് അറിഞ്ഞിട്ടാണ് അദ്ദേഹം ഇത് ചെയ്തത്. കോമൺ സെൻസ് യൂസ് ചെയ്ത് ഇത് ശരിയാണെന്ന് പറയാമെങ്കിലും നിയമം അനുസരിച്ച് ഇതൊരു ക്രൈമാണ്. അതുകൊണ്ട് തീർച്ചയായും ഇതൊരു കൊലപാതകമാണെന്ന് പറയുന്നു. അത് കേട്ട് അവളെ പുറത്തു പോകാൻ പറഞ്ഞ ഇന്റർവ്യൂവറും ഇംപ്രസ് ആവുന്നു.